വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. UGC നെറ്റ് കോമേഴ്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇന്ന് മുതൽ നമ്മൾ ആരംഭിക്കുകയാണ്. സോ അതിന്റെ ഭാഗമായിട്ട് 2025 ജൂൺ 27 ഷിഫ്റ്റ് 1 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷനിലോട്ടാണ് നമ്മൾ കിടക്കുന്നത്. ഇന്ന് മുതൽ UGC നെറ്റ് കോമേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ നമുക്ക് നേരെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം UGC നെറ്റ് കോമേഴ്സിന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് ആക്സസ് ചെയ്യാൻ സാധിക്കുക. ലൈവ് സെഷൻ ഉണ്ടായിരിക്കും. ലൈവ് അറ്റൻഡ് ചെയ്യണമെന്ന് മസ്റ്റ് അല്ല. റെക്കോർഡഡ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ദെൻ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, മോക്ക് ടെസ്റ്റ്, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് UGC നെറ്റ് കോമേഴ്സ് ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് കിടക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ആദ്യം നമുക്ക് വരുന്നത് ജനറൽ പേപ്പറാണ്. ആദ്യത്തെ 50 ചോദ്യങ്ങൾ ജനറൽ പേപ്പറാണ് വരുന്നത്. നമുക്കറിയാം നെഗറ്റീവ് മാർക്കില്ല, ഒരു ചോദ്യത്തിന് 2 മാർക്കാണ്. ഡ്യൂറേഷൻ 180 മിനിറ്റ് ആണ്. 300 മാർക്കാണ് ടോട്ടൽ വരുന്നത്. ഓക്കെ, അപ്പോൾ 50 ക്വസ്റ്റ്യൻസ് ആണ് ജനറൽ പേപ്പറിൽ ഞാൻ പറഞ്ഞു. 51ാമത്തെ ചോദ്യം മുതലാണ് സെക്കൻഡ് പേപ്പർ, കോമേഴ്സ് പേപ്പർ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ കോമേഴ്സ് പേപ്പറിലോട്ട് കിടക്കാം. ഓക്കെ, ഇതാണ് കോമേഴ്സ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 51. കറക്റ്റ് ആൻസറിന് 2 മാർക്ക് വരുന്നു, റോങ് ആൻസർ 0. നെഗറ്റീവ് മാർക്കില്ല. ഇപ്പം നെഗറ്റീവ് മാർക്കില്ല എന്നുകൊണ്ട് കാര്യമൊന്നുമില്ല. ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഉണ്ട് കേട്ടോ ഓപ്ഷൻസ്. അപ്പോൾ ചോദ്യം നമ്പർ 1, ക്വസ്റ്റ്യൻ നമ്പർ 1. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ ഫീച്ചർ ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്? താഴെ പറയുന്നതിൽ ബിസിനസ് എൻവയോൺമെന്റിന്റെ ഫീച്ചർ അല്ലാത്തത് ഏതാണ്? നമ്പർ 1 കോംപ്ലെക്സ്, നമ്പർ 2 ഡൈനാമിക്, നമ്പർ 3 മൾട്ടി ഫേസിറ്റഡ്, ദെൻ നമ്പർ 4 സ്റ്റാറ്റിക്. നോക്കാം നമുക്ക്. അപ്പോൾ ആദ്യത്തെ പറഞ്ഞിരിക്കുന്നത് കോംപ്ലെക്സ് എന്നാണ്. ബിസിനസ് എൻവയോൺമെന്റ് കോംപ്ലെക്സ് അല്ലേ? ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ വളരെ കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് തന്നെ അറിയാം എന്താണ്, എപ്പോഴാണ്, എങ്ങനെയാണ് നടക്കാന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരുപാട് കാര്യങ്ങൾ, ഇപ്പൊ ടെക്നോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാവട്ടെ, അല്ലേ, ഈ പറയുന്ന ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളാവട്ടെ, ഇക്കണോമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാവട്ടെ, എന്തും എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാം. സോ അതുകൊണ്ട് തന്നെ കോംപ്ലെക്സിറ്റി വളരെ കൂടുതലാണ് ബിസിനസ് എൻവയോൺമെന്റിൽ. സോ ആദ്യത്തെ ഫീച്ചറാണ്. നമ്പർ 2 ഡൈനാമിക്, എവർ ചേഞ്ചിങ് ആണ്, അല്ലേ. സെക്കൻഡ് വെച്ചിട്ട് കാര്യങ്ങളിൽ വ്യത്യാസം വരും. കാലത്തെ ഒരു അവസ്ഥയിൽ വൈകുന്നേരത്തെ ഒരു വാർ വന്നു കഴിഞ്ഞാൽ തന്നെ എല്ലാതും എഫക്ട് ചെയ്യുന്നതാണ്. സോ ഡൈനാമിക് ആണ്, എവർ ചേഞ്ചിങ് ആണ്. ദെൻ മൾട്ടി ഫേസിറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഓരോരുത്തരുടെയും വ്യൂ പോയിന്റ് ഈ പറയുന്ന ബിസിനസ് എൻവയോൺമെന്റിൽ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു പ്രോബ്ലം വരുമ്പോൾ അതിനൊരു പ്രോബ്ലമായിട്ട്, പ്രശ്നമായിട്ട് കാണുന്ന ഒരു വിഭാഗം ഉണ്ടായിരിക്കും. ചില ആൾക്കാർക്ക് അതൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഇപ്പോൾ കൊറോണ വന്നു കഴിഞ്ഞ സമയത്ത് ഓൺലൈൻ എഡ്യൂക്കേഷൻ അവർക്കതൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഒരുപാട് ബിസിനസ്സുകൾക്ക്, ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ബിസിനസ്, അവർക്കൊക്കെ അതൊരു പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ ബിസിനസ് എൻവയോൺമെന്റിലെ പല വ്യൂ പോയിന്റ് ആണ്, അതാണ് മൾട്ടി ഫേസിറ്റഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അത് ബിസിനസ് എൻവയോൺമെന്റിന്റെ ഫീച്ചറാണ്. ദെൻ 4ാമത് പറയുന്നത് സ്റ്റാറ്റിക് ആണെന്ന്. ഒരു ചേഞ്ചും ഇല്ലാത്തതാണ് ബിസിനസ് എൻവയോൺമെന്റ്. അത് ഫീച്ചറാണോ? അല്ല. അപ്പോൾ അതാണ് ആൻസർ. നമ്പർ 4 ആണ് ആൻസർ വരാം. ബിസിനസ് എൻവയോൺമെന്റ് ഫീച്ചർ അല്ലാത്തപ്പോൾ താഴെ പറയുന്നതിൽ ഏതാ? സ്റ്റാറ്റിക്. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 52. ചോദ്യം ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എൻ എലമെന്റ് ഓഫ് മൈക്രോ എൻവയോൺമെന്റ്? മൈക്രോ എൻവയോൺമെന്റിന്റെ എലമെന്റ് അല്ലാത്തത് താഴെ പറയുന്നതിൽ ഏതാണ്? നമ്പർ 1 കസ്റ്റമേഴ്സ്, നമ്പർ 2 സപ്ലയേഴ്സ്, നമ്പർ 4 ടെക്നോളജി, നമ്പർ 4 കോമ്പറ്റിറ്റേഴ്സ്. നമുക്കറിയാം മൈക്രോ ഉണ്ട്, മാക്രോ ഉണ്ട്. മൈക്രോ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ബിസിനസിന്റെ നിയറസ്റ്റ് നിൽക്കുന്ന ഐറ്റംസിനെയാണ്, എലമെന്റ്സിനെയാണ് നമ്മൾ മൈക്രോ എൻവയോൺമെന്റ് എന്ന് പറയാം. അതിൽ സപ്ലയേഴ്സ് ഉണ്ടായിരിക്കും, കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെ, കോമ്പറ്റിറ്റേഴ്സ് ഉണ്ടായിരിക്കും. ഇതൊക്കെ നമുക്കൊരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ പറയുന്ന മൈക്രോ എൻവയോൺമെന്റ്. മാക്രോ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ എന്താ? അൺകൺട്രോളബിൾ ആണ്, ബ്രോഡർ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലേ. ഈ പറയുന്ന
ഇക്കണോമിക്കൽ എൻവയോൺമെൻറ്റ്, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്, ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്, ഇതൊക്കെ നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല. അതൊക്കെ എന്താണ്? ബ്രോഡായിട്ടുള്ള കാര്യങ്ങളാണ്. മാക്രോ എൻവയോൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കും. മൈക്രോൻ്റെ ഭാഗമല്ലാത്തത്, എലമെൻ്റ് അല്ലാത്തത് അപ്പോൾ എന്തായിരിക്കും? ടെക്നോളജിയാണ്. ടെക്നോളജി എന്ന് പറയുന്നത് മാക്രോ എൻവയോൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. നേരെ മറിച്ച് കസ്റ്റമേഴ്സ്, നിയറസ്റ്റ് സപ്ലയേഴ്സ്, നമ്മുടെ കൂടെ അല്ലേ നിയറസ്റ്റ് നിൽക്കുന്നവരാണ്, കോമ്പറ്റീറ്റേഴ്സ് ആണെങ്കിലും അതൊക്കെ നമുക്ക് തൊട്ട് നിൽക്കുന്നവരാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് 52ൻ്റെ ആൻസർ ആയിട്ട് വരെ ടെക്നോളജി ആണ് ആൻസർ, ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്. സോ ദാറ്റ്സ് അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ 52. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 53. അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ പെസിൽ ഫ്രെയിംവർക്ക് വാട്ട് ഡസ് എൽ ഡിനോട്ട്സ്? താഴെ പറയുന്നതിൽ എൽ എന്താണ്? ലേബർ, ലീഗൽ, ലാൻഡ്, ലേറ്റസ്റ്റ്. ഈസി ചോദ്യം. സോ പെസിൽ എന്ന് പറയുമ്പോൾ അതിന്റെ ഫുൾ ഫോം എന്താ? ആദ്യത്തെ പി മീൻസ് എന്താ? പൊളിറ്റിക്കൽ, ദെൻ ഇ ഇക്കണോമിക്, ദെൻ എസ് സോഷ്യൽ, ദെൻ ടി ടെക്നോളജിക്കൽ, ദെൻ എൽ ലീഗൽ, ഇ എൻവയോൺമെന്റൽ. ഇതാണ് പെസിലിന്റെ ഫുൾ ഫോം. ഓക്കെ, അപ്പോൾ ഇതിൽ എൽ സ്റ്റാൻഡ്സ് ഫോർ ഡിനോട്ട്സ് എന്താ? ലീഗൽ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ചോദ്യം. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 54. ചോദ്യം ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് FDI includes creation of new assets and production facilities in the country? താഴെ പറയുന്നതിൽ FDIയിലൂടെ പുതിയ അസറ്റ് ക്രിയേഷൻ നടക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റിലാണ്? നമ്പർ 1 ബ്രൗൺ ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ്, നമ്പർ 2 merger and acquisition, നമ്പർ 3 strategic alliances, നമ്പർ 4 ഗ്രീൻ ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് FDIയിലൂടെ? ഫോറിൻ ഡിറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിലൂടെ ക്രിയേഷൻ ഓഫ് ന്യൂ അസറ്റ്സ് ആൻഡ് പ്രൊഡക്ഷൻ ഫെസിലിറ്റി, ഇതൊക്കെ സംഭവിക്കുന്നത്, അസറ്റ് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഏത് തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റിലൂടെയാണെന്നുള്ളതാണ്. നമ്പർ 1 ബ്രൗൺ ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഓൾറെഡി എക്സിസ്റ്റിംഗ് പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് അക്വയർ ചെയ്യുമ്പോൾ അതിനെയാണ് ബ്രൗൺ ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം. എക്സിസ്റ്റിംഗ് പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് എടുക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇവിടെ ന്യൂ അസറ്റ് ക്രിയേഷൻ നടക്കുന്നുണ്ടോ ബ്രൗൺ ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റിൽ? ഇല്ല. അപ്പോൾ അതല്ല ആൻസർ വരാം. നമ്പർ 2 മെർജർ ആൻഡ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓൾറെഡി ഉള്ള കമ്പനി ആയിട്ടുള്ള അല്ലെ മെർജിങ് ആണ്. ഒരു കമ്പനി മറ്റൊരു കമ്പനിയെ ഏറ്റെടുക്കുന്നു അല്ലെങ്കിൽ അല്ല കൂടുന്നു, അതൊക്കെയാണ് മെർജർ ആൻഡ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ന്യൂ അസറ്റ് ക്രിയേഷൻ സംഭവിക്കുന്നുണ്ടോ? പുതിയതായിട്ട് ഇല്ല, ഉള്ളത് തമ്മിൽ കൂടിച്ചേരാണ്. സ്ട്രാറ്റജിക് അലയൻസ് പറയുന്നുണ്ട് നമ്പർ 3. സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറയുമ്പോൾ എന്താ? ചില പെർട്ടിക്കുലർ ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന എഗ്രിമെൻ്റ് ആണ്. അവിടെ പുതിയതായിട്ടുള്ള അസറ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഒരു അല്ലേ രണ്ട് കമ്പനീസൊക്കെ തമ്മിൽ ചില കാര്യങ്ങളിൽ മാത്രം വെക്കുന്ന എഗ്രിമെന്റ്സ് ആണ്. അതിനെയാണ് നമ്മൾ സ്ട്രാറ്റജിക് അലയൻസസ് എന്ന് പറയാം. ഓക്കെ, ദെൻ നമ്പർ 4 എന്ന് പറയുമ്പോൾ ഗ്രീൻ ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതാണ് ആൻസർ. ഗ്രീൻ ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, ഒരു പാരന്റ് കമ്പനി എന്താണ് വേറൊരു കൺട്രിയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താണ്. ഗ്രൗണ്ട് അപ്പ് എന്താണ് സ്ക്രാച്ചിൽ നിന്ന് ബിഗിനിങ് ആദ്യം മുതൽ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ പുതിയ സെറ്റ്സ് ഉണ്ടാക്കുന്നു, ബിൽഡിങ് കെട്ടുന്നു, ബ്രാൻഡ് ഉണ്ടാക്കുന്നു, അല്ലേ സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അതിനെയാണ് നമ്മൾ ഗ്രീൻ ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം. സോ ഗ്രീൻ ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റിലാണ് ആക്ച്വലി ന്യൂ അസറ്റ്സ്, അതുപോലെ പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് പുതിയതായിട്ടല്ലാതും ഉണ്ടാക്കുന്നത്. ബാക്കിയുള്ളതിൽ അങ്ങനെ ഉണ്ടാകുന്നില്ല. സോ ഇവിടെ ക്വസ്റ്റൻ എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് FDI? അപ്പോൾ ഇതൊക്കെ ഈ പറയുന്ന FDIയുടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നുണ്ടെങ്കിലും അതിൽ ന്യൂ അസറ്റ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഗ്രീൻ ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റിലൂടെയാണ്. ബാക്കിയുള്ളതിൽ പുതിയതല്ല എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത്. ബ്രൗൺ ഫീൽഡിലാണെങ്കിൽ എക്സിസ്റ്റിംഗ് പ്രൊഡക്ഷൻ ഫെസിലിറ്റീസിനെ അക്വയർ ചെയ്യുന്നതാണ്. ഇവിടെ കൂടി ചേരുന്ന പരിപാടി അല്ലെങ്കിൽ ടേക്ക് ഓവർ ആണ്. ദെൻ സ്ട്രാറ്റജിക് അലയൻസസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു എഗ്രിമെന്റുകളൊക്കെയാണ്. ഗ്രീൻ ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ സ്ക്രാപ്പിൽ നിന്ന് ഉണ്ടാക്കുകയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂജ്യത്തിൽ നിന്ന് തുടങ്ങാണ്, ഒന്നിൽ നിന്ന് തുടങ്ങാണ്. ഓക്കെ, സോ നമ്പർ 4 ആണ് ആൻസർ വരാം. സോ ദാറ്റ്സ് അബൌട്ട് 54. നമുക്കൊരു ചോദ്യം കൂടി ഇന്ന് ഡിസ്കസ് ചെയ്യാം. എല്ലാ ദിവസവും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടായിരിക്കും കേട്ടോ.
അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. നമ്പർ 55. Which of the following countries were part of NAFTA? Number 1, United States. Number 2, Canada. Then Mexico, Brazil. So NAFTA ഫുൾ ഫോം എന്താ? നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്. അതിനെയാണ് NAFTA എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്, നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്. സോ ഇതില് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നോർത്ത് അമേരിക്ക ആണ്, കാനഡ, മെക്സിക്കോ ഇതൊക്കെ നോർത്ത് അമേരിക്കയാണ്. ബ്രസീൽ എന്ന് പറയുന്നത് സൗത്ത് അമേരിക്ക. സോ NAFTA ഭാഗമല്ല. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. അപ്പോൾ AB ഓൺലി, ABC ഓൺലി, BCD ഓൺലി, BC ഓൺലി. അപ്പോൾ ഇവിടെ ABC വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ 2 ആണ് ആൻസർ വരാം. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കാനഡ, മെക്സിക്കോ. ബ്രസീൽ വരില്ല. ഓക്കെ. 1994 ജനുവരി 1-ാം തീയതിയാണ് NAFTA നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 3 കൺട്രീസാണ് വരാം. ബ്രസീൽ ഞാൻ പറഞ്ഞു സൗത്ത് അമേരിക്കയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വരില്ല. സോ ഓപ്ഷൻ 2 ആണ് ആൻസർ കേട്ടോ. സോ നമ്മൾ 5 ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ കൺസെപ്ച്വൽ ക്ലാരിറ്റി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നാളെ ബാക്കി നെക്സ്റ്റ് 5 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. സോ നമ്മുടെ ഓൺലൈൻ ബാച്ചിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഹൈ ക്വാളിറ്റി ഓൺലൈൻ കോച്ചിങ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.